ഏറ്റവും വലിയ ഒരു മാധ്യമ സ്ഥാപനത്തെ തകർക്കാൻ ഇവിടുത്തെ മറ്റെല്ലാ മാധ്യമങ്ങളും സകല അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് രാപ്പകൽ പണിയെടുക്കുന്ന ഈ കാഴ്ചയുണ്ടല്ലോ, അതൊരു വല്ലാത്ത കാഴ്ച തന്നെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് റിപ്പോർട്ടർ ചാനലിനെതിരായ സംഘടിത ആക്രമണങ്ങളെ കുറിച്ചാണ്. മുൻപൊരു വട്ടം ഞങ്ങളിത് ചർച്ച ചെയ്തിട്ടുള്ള കാര്യവുമാണ്. വീണ്ടും ഇതേ വിഷയം പറയേണ്ടി വരുന്നത് ഒരു ഭാഗം മാധ്യമങ്ങൾ വീണ്ടും വീണ്ടും വിഷം ചീറ്റുന്നത് കൊണ്ട് മാത്രമാണ്. മെസ്സി വിവാദത്തെക്കുറിച്ച് ഈ മാധ്യമങ്ങൾ പടച്ചുവിടുന്നതെല്ലാം ശരിയാണെങ്കിൽ അതിനനുസരിച്ചുള്ള നടപടിയല്ലേ ഉണ്ടാവേണ്ടത്. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് അതല്ലല്ലോ. നിരന്തരം വാർത്തകൾ ഈ ചാനലിനെതിരെ പടച്ചുവിട്ട് ആ ചാനലിന്റെ വിശ്വാസ്യത കളയാനാണ് മറ്റു ചാനലുകളും പത്രങ്ങളും പരസ്യമായി ശ്രമിക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നവരോട് ഒരു കാര്യമേ പറയാനുള്ളൂ: നിങ്ങൾ നടത്തുന്ന കടന്നാക്രമണം റിപ്പോർട്ടർ ചാനലിലെ നൂറുകണക്കിന് വരുന്ന മാധ്യമ പ്രവർത്തകരോടും ജീവനക്കാരോടും കൂടിയാണ് എന്നത് ഓർക്കുന്നത് നല്ലതാണ്. റിപ്പോർട്ടർ ചാനൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്നതാണ് നിങ്ങൾക്കൊക്കെ പ്രശ്നമെങ്കിൽ അത് ശുദ്ധ തെമ്മാടിത്തരമായി മാത്രമേ കാണാൻ സാധിക്കൂ. റിപ്പോർട്ടർ ചാനൽ ഉടമകൾ അന്വേഷണം നേടുന്നതിൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? കുറ്റാരോപിതരാണവർ, അതല്ലാതെ കുറ്റവാളികളല്ല. അങ്ങനെ കോടതി ഇതുവരെ ഒരു കേസിലും വിധി പറഞ്ഞിട്ടുമില്ല. പിന്നെ കേസാണ് പ്രശ്നമെങ്കിൽ റിപ്പോർട്ടർ ചാനലിനെതിരെ ആഞ്ഞടിക്കുന്ന പല വൻകിട മാധ്യമ സ്ഥാപനങ്ങളുടെ ഉടമകളും പല കേസുകളിലും പ്രതികളാണ് എന്നതും മറന്നു പോകരുത്. അർജന്റീന ഫുട്ബോൾ ടീമിന്റെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ വിശദീകരണവുമായി റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി അല്ലെങ്കിൽ RBC മാനേജിംഗ് ഡയറക്ടർ ആൻഡ്രൂ അഗസ്റ്റിൻ തന്നെ വീണ്ടും രംഗത്തെത്തിയിട്ടുണ്ട്. വിഷയത്തിൽ സർക്കാർ നിയോഗിച്ച അന്വേഷണ സംഘത്തോടും GST പ്രത്യേക അന്വേഷണ സംഘത്തോടും പൂർണ്ണമായി സഹകരിക്കാൻ സന്നദ്ധനാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അതല്ലാതെ ഒളിച്ചോടിയിട്ടൊന്നുമില്ലല്ലോ. അർജന്റീന ടീമിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട മുഴുവൻ ഇടപാടുകളുടെയും രേഖകളും തെളിവുകളും RBCയുടെ കൈവശമുണ്ടെന്നും രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ ആവശ്യപ്പെടുന്ന പക്ഷം ഈ രേഖകളെല്ലാം അന്വേഷണ സംഘത്തിന് മുന്നിൽ സമർപ്പിക്കാൻ തങ്ങൾ ഏത് സമയത്തും തയ്യാറാണെന്ന് കൂടി ആൻഡ്രൂ അറിയിച്ചിട്ടുണ്ട്. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ആൻഡ്രൂ അഗസ്റ്റിൻ ഇത്തരം ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. അതേസമയം തന്നെ അന്വേഷണത്തിന്റെ ഭാഗമായി തങ്ങൾക്ക് നൽകേണ്ട GST വകുപ്പിന്റെ നോട്ടീസുകൾ നേരിട്ട് നൽകുന്നതിന് പകരം എതിർ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുകയാണെന്ന ഗുരുതര ആരോപണവും അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റ്, മനോരമ, മാതൃഭൂമി, മീഡിയ വൺ തുടങ്ങിയ മാധ്യമങ്ങൾ ഇത് വാർത്തയായി പുറത്തുവിടുമ്പോൾ മാത്രമാണ് ഈ നോട്ടീസുകളെ കുറിച്ച് തങ്ങൾ അറിയുന്നതെന്നും ഇതിനു പിന്നിൽ പ്രത്യേക അജണ്ടയുണ്ടെന്നും അദ്ദേഹം പറയുമ്പോൾ കാര്യങ്ങൾ എന്തായാലും വ്യക്തമാണ്. ഈ അജണ്ട തന്നെയാണ് മറ്റൊരു രൂപത്തിൽ മെസ്സിയെ കൊണ്ടുവരുന്നത് തടയാനും പ്രവർത്തിച്ചിരിക്കുന്നത്. മെസ്സിയെ പോലെ ലോകത്തെ നമ്പർ 1 താരത്തെ റിപ്പോർട്ടർ ചാനൽ കൊണ്ടുവന്നാൽ അത് റിപ്പോർട്ടർ ചാനൽ ഉണ്ടാക്കുന്ന മൈലേജ് നേട്ടവും മറ്റു ചാനലുകൾക്കൊന്നും സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. മാത്രമല്ല, റിപ്പോർട്ടർ ചാനലിന്റെ ലോഗോ കൂടി പകർത്താതെ മെസ്സിയെ പകർത്താൻ കഴിയില്ല എന്നതും ചാനൽ പ്രമുഖരെ വല്ലാതെ ആശങ്കയിലാഴ്ത്തിയ കാര്യമാണ്. എക്സ്ക്ലൂസീവായി മെസ്സിയുടെ ഇന്റർവ്യൂ റിപ്പോർട്ടർ ചാനലിൽ വരുമെന്നതും ശരിക്കും ഇവരുടെയൊക്കെ ഉറക്കം കെടുത്തിയിട്ടുണ്ട്. മറ്റു പല ഘടകങ്ങൾക്കൊപ്പം ഈ പാരയും മെയിലായും മറ്റും അർജന്റീനയിൽ എത്തിയിരുന്നു എന്നതും ഒരു വസ്തുതയാണ്. മെസ്സി വരാതിരുന്നിട്ടും റിപ്പോർട്ടർ ചാനലിന്റെ റേറ്റിംഗിനെ അത് ബാധിച്ചിട്ടില്ല എന്നതിന്റെ തിരിച്ചറിവിലാണ് ഇപ്പോൾ പുതിയ വിവാദങ്ങളുമായി ഈ മാധ്യമങ്ങൾ രംഗത്തെത്തിയിരിക്കുന്നത്. അതെന്തായാലും ഈ ഘട്ടത്തിൽ പറയാതിരിക്കാൻ കഴിയുകയില്ല.